നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ നിത്യവുമുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വെറും 4-5 മിനിറ്റ് മതി കേട്ടോ നമുക്കിത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ അത്യാവശ്യം എരിവുള്ള ഒരു 6 പച്ചമുളക്, നല്ല നീളമുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എരിവ് കുറഞ്ഞതാണെങ്കിൽ ഒരു 2-3-4 പച്ചമുളക് കൂടുതൽ എടുക്കാൻ മറക്കരുതേ. നല്ലപോലെ ഒന്ന് കഴുകിയ ശേഷം നമുക്ക് ആ ഒരു നടുഭാഗത്ത് കൂടി കത്തിവെച്ച് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. മുളകിൻ്റെ ആ ഒരു 2 അറ്റവും വിട്ടുപോകാത്ത രീതിയിൽ വേണം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാൻ. അത്യാവശ്യം എരിവിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വേറെ കറികളോ തോരനോ ഒന്നുമില്ലാതെ തന്നെ നമുക്കിത് ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഞാനൊരു 7-8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി കുറച്ച് കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ ചൂട് ചോറിൻ്റെ ഒപ്പം ആ ഒരു മുളകും ഈ ഒരു ഉള്ളിയൊക്കെ ഞെരടി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ വെളുത്തുള്ളി അല്ലികളായതുകൊണ്ട് ഞാനൊരു 6-7 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് വലുതാണെങ്കിൽ ഒരു 2-3 മാത്രം മതി. ഇനി ഒരു 1 ടീസ്പൂണോളം മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി മുഴുവൻ കുരുമുളകായിട്ടില്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതാണെങ്കിലും എടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒട്ടും കൂടിപ്പോകാതെ നോക്കണേ, 1/4 ടീസ്പൂൺ മാത്രം മതി. എല്ലാ ചേരുവകളും കറക്റ്റായിട്ട് വന്നാലേ നമ്മളുടെ ഈ ഒരു ഒഴിച്ച് കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു തണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനെന്തായാലും കംപ്ലീറ്റ് നമ്മുടെ ചതയ്ക്കുന്ന ഇടികല്ലിലേക്ക് ഇട്ടിട്ടാണ് ചതച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇതുപോലെ നമ്മളുടെ നാടൻ കറികളൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ കല്ലിൽ ചതച്ചെടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ച് ഇതുപോലെ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് കോരി ഒന്ന് മാറ്റി വയ്ക്കുവാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. ഞാനൊരു 2 കപ്പ് അളവിൽ മീഡിയം പുളിയുള്ള അത്യാവശ്യം കട്ടിയുള്ള തൈര്, ഇത് നമ്മളെ വീട്ടിൽ ഒരൊഴിച്ചുണ്ടാക്കിയെടുത്തതാണ്. ഈ ഒരു തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ തൈര് എടുക്കുമ്പോൾ അധികം പുളിയുള്ള തൈര് ഒരിക്കലും എടുക്കരുത്. ഇതുപോലെ മീഡിയം പുളിയുള്ള തൈര് തന്നെ വേണം നമുക്ക്, എന്നാലേ ആ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൻ്റെ ആ ഒരു കട്ടകളും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ആണെങ്കിലും നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കട്ടകളൊന്ന് ഉടച്ചെടുത്താൽ മതി. മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ശരിക്കും അങ്ങ് വെള്ളം പോലെ ആയിപ്പോകും. അപ്പോൾ ഇത്രയും ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറി പെട്ടെന്ന് റെഡിയാക്കി എടുത്തേക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ മൺചട്ടിയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒരല്പം കൂടുതൽ ഒഴിച്ച് കൊടുക്കണം, കാരണം നമ്മൾ മുളകൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ വരഞ്ഞ് വെച്ചിരുന്ന പച്ചമുളക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഒന്ന് അകന്ന് നിന്നിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്ത പോലെ എടുക്കാം. ഒത്തിരി അങ്ങ് മൂപ്പിച്ചൊന്നും കളയണ്ട. ആ ഒരു പുറം ഭാഗമൊക്കെ ഒന്ന് മൊരിയാൻ തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് വരെ മതി. ഇതിനോടൊപ്പം തന്നെ നമുക്ക് മുളകിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു മൊരിഞ്ഞ മുളക് നല്ല ഉപ്പോടുകൂടി നമ്മൾ ചോറിൻ്റെ ഒപ്പം തിരുമ്മി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ടെടുക്കാം. ഈ ഒരു പാകത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുളക് ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്കൊന്ന് കോരി മാറ്റി വയ്ക്കണം. ഇതുപോലെ നമ്മൾ കോരി എടുക്കുമ്പോൾ കുറച്ച് ആ ഒരു മുളകിൻ്റെ അരിയും കാര്യങ്ങളൊക്കെ എണ്ണയിലുണ്ടാവും. അതുപോലെ നമ്മൾ ഇട്ട് കൊടുത്ത ഉപ്പും കുറച്ച് അടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അവിടെ തന്നെ കിടന്നോട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് റെഡിയാക്കി വെച്ചിരുന്ന ഉള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ട് ചതച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് മൊരിയിച്ചെടുക്കാൻ. ഇതിങ്ങനെ എണ്ണയിലിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഒരു സ്മെല്ലായിരിക്കും വരിക. മൊരിയാൻ തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പേ തന്നെ നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ചെറിയ തീയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട്
റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ നല്ലപോലെ കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് 2 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. ഒത്തിരി കളറും ഒരു മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റൊന്നും ഒരുപാട് വേണ്ട നമുക്ക്. അതുകൊണ്ട് വളരെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മാത്രം ഞാൻ എന്താ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരല്പം കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ഇതുപോലെ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. എല്ലാ ടേസ്റ്റുകളും നല്ല കറക്റ്റ് പാകത്തിനും അതുപോലെ കറക്റ്റ് വേവിലും വന്നു കഴിഞ്ഞാലേ നമ്മളുടെ ആ ഒരു കറിക്ക് പ്രത്യേക നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന തൈരങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാനൊന്നും പാടില്ല. തൈരങ്ങ് പിരിഞ്ഞ പോലെ ആയിപ്പോകും, അതാണ് കാര്യം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ മോര് കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒത്തിരി മഞ്ഞൾപ്പൊടിയൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ ലൈറ്റായിട്ട് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ വളരെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഒന്ന് ഉപ്പ് നോക്കാം. ചെറിയൊരു ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു ഒഴിച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി പരുവത്തിലായിരിക്കും ഈ ഒരു കറി. ഇത് നന്നായിട്ട് ആറി തണുത്ത് വരുമ്പോൾ ഒന്നുകൂടി കുറുകി അടിപൊളിയാകും. നല്ല ചൂട് ചോറിന് പറ്റിയ നല്ല ഉഗ്രൻ കറിയാണ്. മുളക് നമ്മൾ വറുത്തൊക്കെ എടുത്ത് ഇതുപോലെ ചൂട് ചോറിനൊപ്പം കുഴച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അതൊരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. തേങ്ങയൊന്നും ഇല്ലാതെ തന്നെ, പ്രത്യേകിച്ച് ഒരു കഷ്ണങ്ങളും ഇല്ലാതെ തന്നെ അതീവ രുചിയിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയാണ്. ഓഫീസിൽ പോകുന്നവർക്കൊക്കെ രാവിലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു കറിയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിട്ടാൽ തീർച്ചയായിട്ടും അവർ കഴിച്ചോളും. വയറിനുമൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസം ഉണ്ടാക്കാം. പിന്നെ മണ്ഡലകാലമൊക്കെ ആയതുകൊണ്ട് നോൻപുള്ള ഒത്തിരി വീടുകളുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാം. അതിന് പറ്റിയൊരു എളുപ്പ കറി കൂടിയാണ്. അപ്പോൾ ഇന്ന് ചൂട് ചോറിനൊപ്പം ഞാൻ ഈ ഒരു മോര് കറി മാത്രം കൂട്ടിയാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. അതിൻ്റെ ആ ഒരു മുളക് ഇതുപോലെ അങ്ങ് ഒഴിച്ച് അതിൻ്റെ ആ ഒരു എരിവൊക്കെ ഒന്ന് ഞെരടി ഇതുപോലെ അങ്ങ് കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒന്നും അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് വന്ന് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്